സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ പറഞ്ഞത് തന്നെയാണ് ശരി. ഇസ്രായേൽ വീണ്ടും അമേരിക്കയെ പറ്റിച്ചിരിക്കുന്നു. അത് ഒടുവിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തുർക്കിയിൽ വെച്ച് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടെന്ന ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് കള്ളക്കഥ ആയിരുന്നു എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നിൽ ഇസ്രായേലിന് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ തുർക്കി ഇറാനുമായി ചേർന്ന് 2 ലക്ഷ്യങ്ങളും തകർത്തുവെന്നാണ് റിപ്പോർട്ട്. എന്നുവെച്ചാൽ ഇറാൻ ആക്രമിക്കുമെന്ന് ട്രംപ് പേടിച്ചതും ഫുഡ് ട്രക്കിൽ കയറി ഒളിച്ചതും രഹസ്യ വിമാനത്തിൽ അമേരിക്കയിലേക്ക് കടന്നതുമെല്ലാം അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് കടന്നതുമെല്ലാം വെറുതെയായി. ട്രംപിനെ ഇസ്രായേൽ പേടിപ്പിച്ച് കുരങ്ങ് കളിപ്പിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇത്തരത്തിൽ ഇസ്രായേൽ പലതവണ ട്രംപിനെ വധിക്കാൻ ഇറാന് പദ്ധതിയുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു. ഇതൊന്നും സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് രഹസ്യാന്വേഷണ നാടകം കളിക്കുകയായിരുന്നു ഇസ്രായേൽ. ഇറാൻ കൊല്ലുമെന്ന് പേടിപ്പിച്ച് ട്രംപിനെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയായിരുന്നു നെതന്യാഹു. ഈ രീതിയിലായിരുന്നു ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുക. തുർക്കിയിൽ വെച്ച് ട്രംപിനെ വധിക്കുമെന്ന ഇസ്രായേലിൻ്റെ കള്ളക്കഥയ്ക്ക് പിന്നിലുള്ള 2 ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? എങ്ങനെയാണ് തുർക്കി അതിനെ കൈകാര്യം ചെയ്തത്? ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ആദ്യം ഇറാന് ട്രംപിനെ വധിക്കാൻ യഥാർത്ഥത്തിൽ പദ്ധതിയുണ്ടോ എന്നത് പരിശോധിച്ച് തുടങ്ങാം. ഇറാൻ ട്രംപിനോട് പകരം വീട്ടാൻ കാത്തിരിക്കുകയാണ് എന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2 കാര്യങ്ങൾ. 2020 ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇറാന്റെ എല്ലാമായിരുന്ന ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക ബാഗ്ദാദിൽ വെച്ച് വധിച്ചു. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 2 ആയത്തുള്ള അലി ഖമനയുടെ വധം. ഇതിനും പ്രതികാരം ചെയ്യുമെന്ന് മുസ്തഫ ഖമനയി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് ഉള്ള ആളുമാണ് ട്രംപ്. ഇക്കാര്യം ട്രംപ് തന്നെ ഒരിക്കൽ സ്ഥിരീകരിച്ചിട്ടുള്ളതുമാണ്. ഇതിൽ നിന്നെല്ലാം ട്രംപിനെ വധിക്കാൻ ഇറാന് പദ്ധതി ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ തുർക്കിയിൽ വെച്ച് ട്രംപിനെ ഒന്നും ചെയ്യാൻ ഇറാന് പദ്ധതി ഉണ്ടായിരുന്നില്ല. അക്കാര്യം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. വ്യാജ വാർത്തകളെക്കാൾ പ്രശ്നമാണ് വ്യാജ ഇൻ്റലിജൻസ് എന്നായിരുന്നു അരാക്ചി ട്രംപിൻ്റെ ഒളിച്ചോട്ടത്തെ സൂചിപ്പിച്ച് പരാമർശിച്ചത്. അതായത് ട്രംപിനെ വധിക്കാൻ ഇറാന് പദ്ധതി ഉണ്ടെങ്കിലും അത് തുർക്കിയിൽ വെച്ച് നടത്താൻ പദ്ധതി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ്? അതാണ് നിർണായകമായ ചോദ്യം. അത് മറ്റൊന്നുമല്ല, തുർക്കിയുമായി ഇറാനുള്ള ശക്തമായ ബന്ധമാണത്. സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന് തുർക്കിയുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ മണ്ണിൽ വെച്ച് ട്രംപിനെ ആക്രമിച്ചാൽ അത് തുർക്കിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാകും. അതിനെന്തായാലും ഇറാൻ മുതിരില്ല. ഇങ്ങനെയുള്ള ഇറാൻ തുർക്കി ബന്ധം തകർക്കുക എന്നത് കൂടിയായിരുന്നു ഇസ്രായേലിൻ്റെ വ്യാജ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ ഒരു ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് തുർക്കിയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഇറാൻ ഓപ്പറേറ്റ് ചെയ്തു എന്ന് വരുമ്പോൾ തുർക്കി ഇറാൻ ബന്ധം തകരും. അതാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട 1-ാമത്തെ കാര്യം. മറ്റൊരു ലക്ഷ്യം സ്വാഭാവികമായും അമേരിക്കയെ കൊണ്ട് ഇറാനെ വീണ്ടും കൂടുതൽ ശക്തമായി ആക്രമിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു. 2-ാമതായി ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് നാടകത്തെക്കുറിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇസ്രായേലിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒട്ടേറെ മുന്നറിയിപ്പുകൾ കിട്ടിയെന്നാണ് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ആ മുന്നറിയിപ്പുകളൊന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് നിലവിലെ ഒരു ഉദ്യോഗസ്ഥനും 2 മുൻ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തിയെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം മുന്നറിയിപ്പുകൾ ഇസ്രായേൽ നേരിട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൈമാറുന്നതാണ് പതിവ്. ചില സന്ദർഭങ്ങളിൽ വൈറ്റ് ഹൗസ് ഉന്നതരെയാണ് ഇത്തരം മുന്നറിയിപ്പുകൾ ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പുകളിൽ ഉണ്ടായിരുന്നത്? കഴിഞ്ഞ 1.5 വർഷമായിട്ട് അല്ലെങ്കിൽ 1 വർഷമായിട്ടുള്ള മുന്നറിയിപ്പുകളിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? ട്രംപിനെതിരെ സ്നൈപ്പർ ആക്രമണം, അല്ലെങ്കിൽ വലിയ പൊതു പരിപാടിക്കിടയിൽ കത്തികൊണ്ട് ആക്രമിക്കാൻ ആരെയെങ്കിലും നിയോഗിക്കൽ തുടങ്ങിയ പദ്ധതികളാണ് ഇറാൻ ഉള്ളത് എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പുകളിൽ പറയുന്നത്. 2025 ജൂണിലെ 12 ദിന യുദ്ധത്തിന് തൊട്ട് മുമ്പാണ് ഇത്തരം വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. ഫെബ്രുവരിയിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തീരുമാനിച്ചതിന് തൊട്ടു മുമ്പ് ഇത്തരം മുന്നറിയിപ്പുകൾ ശക്തമായെന്നും റോയിറ്റേഴ്സിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. അങ്കാറയിൽ നിന്ന് ട്രംപ് എയർഫോഴ്സ് 1-ൽ സഞ്ചരിക്കുമ്പോൾ തോളിൽ വെച്ച് കൊടുക്കാവുന്ന
മിസൈൽ ഉപയോഗിച്ച് വധിക്കാൻ ഇറാൻ ശ്രമിക്കുമെന്ന വിവരം ഇസ്രയേൽ ഉദ്യോഗസ്ഥർ നേരിട്ട് വൈറ്റ് ഹൗസിനാണ് കൈമാറിയത്. അതായത് CIA പോലുള്ള അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കല്ല കൈമാറിയത്, വൈറ്റ് ഹൗസിലെ ഉന്നതർക്കാണ് കൈമാറിയത്. ഇത്തരം മിസൈൽ ലോഞ്ചറുമായി ഒരാളെ ട്രംപ് താമസിച്ച ഹോട്ടലിന് മുന്നിൽ കണ്ടെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. പക്ഷേ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ ഭീഷണിയിൽ കാര്യമില്ല എന്നുള്ള റിപ്പോർട്ടാണ് CIA ട്രംപിൻ്റെ സുരക്ഷ നോക്കുന്ന സീക്രട്ട് സർവീസിന് കൈമാറിയത്. തുർക്കി രഹസ്യാന്വേഷണ ഏജൻസിയും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഭീഷണി ഇല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ അമേരിക്കൻ ആർമിയും സീക്രട്ട് സർവീസും റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. ട്രംപും മറുഭാഗത്ത് ഇറാൻ ആയതുകൊണ്ട് ഭീഷണിയെ ഗൗരവമായി കാണണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ട്. തുടർന്നാണ് ട്രംപിനെ എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്ന് രഹസ്യമായി മറ്റൊരു ചെറു സൈനിക വിമാനത്തിലേക്ക് മാറ്റി ബ്രിട്ടനിലേക്ക് പറന്നത്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമേരിക്ക പണ്ട് മുതലേ ഇസ്രയേലി ഇൻ്റലിജൻസിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അവരിൽ നിന്നുള്ള വിവരങ്ങൾ അമേരിക്കൻ ഏജൻസികൾ പരിശോധിക്കുന്നതാണ് രീതി. അതായത് അവരിൽ നിന്നൊരു വിവരം കിട്ടും, അത് അമേരിക്കൻ ഏജൻസികൾ സ്വതന്ത്രമായി പരിശോധിക്കും, അതിൽ കാമ്പുണ്ടെങ്കിൽ അതിനെ ആ രീതിയിലെടുക്കും. പക്ഷേ ഇറാനെതിരെ അമേരിക്ക നടത്തിയ 2 സൈനിക നീക്കങ്ങൾക്കിടയിലും ട്രംപിനെ വധിക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെക്കുറിച്ചുള്ള ഇസ്രയേലിൻ്റെ വിവരങ്ങളിൽ CIA കുറഞ്ഞ വിശ്വാസ്യത മാത്രമാണ് രേഖപ്പെടുത്തിയത്. അതായത് ലോ കോൺഫിഡൻസ് മാത്രമാണ് CIA ആയ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി രേഖപ്പെടുത്തിയത്. ഇറാൻ വലിയ ആണവ ഭീഷണി ഉയർത്തുമെന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ വാദിച്ചപ്പോഴും അവർ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്നുള്ള വിലയിരുത്തലാണ് അമേരിക്കൻ ഏജൻസികൾ അന്നു മുതലേ നടത്തി വന്നത്. പക്ഷേ ഇസ്രയേൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെയാണ് ട്രംപ് വിശ്വാസത്തിലെടുത്തത്. അതായത് സ്വന്തം രഹസ്യാന്വേഷണ ഏജൻസികളെ വിശ്വാസത്തിലെടുക്കാതെ ട്രംപ് ഇറാൻ്റെ കാര്യത്തിൽ വിശ്വാസത്തിലെടുത്തത് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളെയാണ്. 12 ദിന യുദ്ധത്തിന് തൊട്ടു മുമ്പ് തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്ന ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് വിവരങ്ങളും ട്രംപ് കണക്കിലെടുത്തിരുന്നുവെന്ന് നേരത്തെ തന്നെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥർ സിറ്റുവേഷൻ റൂം ഉൾപ്പെടെയുള്ള വൈറ്റ് ഹൗസ് സംവിധാനങ്ങളിലേക്ക്, അതായത് സിറ്റുവേഷൻ റൂം എന്ന് പറയുന്നത് നിർണായക തീരുമാനമെടുക്കുന്ന പ്രസിഡൻറ്റിൻ്റെ ഓഫീസാണ് ഈ സിറ്റുവേഷൻ റൂം, അവിടെ ഉൾപ്പെടെയുള്ള വൈറ്റ് ഹൗസിൻ്റെ സംവിധാനങ്ങളിലേക്ക് നേരിട്ട് വിളിച്ച് ഇറാനിൽ നിന്നുള്ള ഭീഷണികളെക്കുറിച്ച് അറിയിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് 2 മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയെന്ന് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഇറാനുമായി ബന്ധമുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളെ ഇസ്രയേൽ എങ്ങനെയൊക്കെയാണ് അട്ടിമറിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അട്ടിമറിക്കുന്നു എന്നുകൂടിയാണ് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന യാഥാർത്ഥ്യം. ഇനി ഇസ്രയേലിൻ്റെ തന്ത്രത്തെ എങ്ങനെയാണ് തുർക്കി ഇറാന് വേണ്ടി പ്രതിരോധിച്ചത് എന്നതുകൂടി നോക്കാം. ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ് വന്നപ്പോൾ തന്നെ തുർക്കി രഹസ്യാന്വേഷണ ഏജൻസിയായ MIT വളരെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ഇറാൻ അത്തരമൊരു വധശ്രമം ആസൂത്രണം ചെയ്തതായി യാതൊരു തെളിവും അല്ലെങ്കിൽ സൂചനയും MITക്ക് കണ്ടെത്താനായില്ല. ഇക്കാര്യം CIA അവർ അറിയിക്കുകയും ചെയ്തു. തുർക്കിയിൽ വെച്ച് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തില്ല എന്ന് തന്നെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും വിലയിരുത്തിയത്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തുർക്കി ഇറാൻ ബന്ധം തന്നെയാണ്. ഇസ്രയേലിൻ്റെ കള്ളക്കളിയുടെ കാര്യം അപ്പോൾ തന്നെ തുർക്കി വാൻസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതാക്കളെ അറിയിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. പക്ഷേ എന്നിട്ടും അമേരിക്കയിൽ തിരിച്ചെത്തിയ ട്രംപ് ഇറാനെതിരെ കൂടുതൽ സൈനിക നീക്കത്തിന് ആലോചന നടത്തുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഒരു കാരണമായത് നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയായിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഇസ്രയേൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ നെതന്യാഹു ട്രംപിന് മുന്നിൽ അവതരിപ്പിക്കുകയും ഇറാൻ്റെ പിക്കാക്സ് പോലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും കനത്ത വ്യോമാക്രമണം തുടരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു ഇരുവരും തമ്മിൽ. അതായത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും തുർക്കി ഉദ്യോഗസ്ഥരും സംശയിച്ചതുപോലെ തന്നെ ട്രംപിനെ വൈകാരികമായി സ്വാധീനിക്കാൻ ഇസ്രയേലിന് വീണ്ടും കഴിഞ്ഞു. അതായത് നിങ്ങളെ വധിക്കുമെന്ന് നിരന്തരം ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ ഒരു വൈകാരികമായ സ്വാധീനം നെതന്യാഹുവും ഇസ്രയേലും ട്രംപിന് മേൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിൻ്റെ ഫലമായി ഇറാനെതിരെ ഒരു മാസ് അറ്റാക്ക്, വലിയൊരു ആക്രമണം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, ഒപ്പം ഊർജ്ജ നിലയങ്ങൾ, അവയൊക്കെ ബ്രിഡ്ജ്, അതായത് പാലങ്ങൾ, ഇവയൊക്കെ ആക്രമിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ തുർക്കി ഇറാന് വേണ്ടി നേരിട്ടും സൗദി ഉപയോഗിച്ചും നടത്തിയ നീക്കം ഇസ്രയേലിൻ്റെ പദ്ധതികളെ പൊളിച്ചു എന്നാണ് അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർ പറയുന്നത്. തുർക്കി ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ് സംബന്ധിച്ച് തങ്ങളുടെ സംശയങ്ങൾ ട്രംപിൻ്റെ സംഘവുമായി നേരിട്ട് തന്നെ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്.
മാത്രമല്ല, നെതന്യാഹു വൈറ്റ് ഹൗസ് വിട്ടതിന് പിന്നാലെ സൗദി പ്രതിരോധ മന്ത്രിയും കിരീടാവകാശി സൽമാൻ രാജകുമാരൻ്റെ സഹോദരനുമായ ഖാലിദ് ബിൻ സൽമാൻ തീർത്തും നാടകീയമായി വൈറ്റ് ഹൗസിലെത്തി ആദ്യം വാൻസിനെയും പിന്നീട് ട്രംപിനെയും കണ്ടു. പിന്നാലെ സൽമാൻ രാജകുമാരൻ നേരിട്ട് ട്രംപിനെ ഫോൺ വിളിക്കുകയും ചെയ്തു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്തരുത് എന്ന് സൗദി ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ട്രംപിനോട് സൗദി രാജകുമാരൻ വിശദീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് ട്രംപ് പെട്ടെന്ന് പിൻവാങ്ങിയതും ഇറാനുമായി ചർച്ചകൾക്ക് വഴി തുറന്നത്. ഈ നീക്കത്തിന് പിന്നിൽ തുർക്കിയുടെയും സൗദിയുടെയും സംയുക്ത താല്പര്യങ്ങളായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ നീക്കത്തിന് പിന്നാലെയാണ്, അതായത് ഈ ഒരു ഫോൺ വിളി ഇറാനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം, ചർച്ചയിലേക്ക് പോകുന്ന സാഹചര്യം, ആ സംഭവങ്ങളെല്ലാം നടന്നതിന് പിന്നാലെയാണ് തുർക്കി സൗദി പാകിസ്ഥാൻ സംയുക്ത കരാർ, പ്രതിരോധ കരാർ ഒപ്പിട്ടത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് തുർക്കി സൗദി കൂട്ടുകെട്ട് ട്രംപിനെ ഇസ്രയേലിൻ്റെ കുടില ബുദ്ധിയിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. മെക്ക പ്രതിരോധ കരാറിന് മുന്നേ തന്നെ ഈ മുസ്ലിം കൂട്ടായ്മ ഇസ്രയേലിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ള സൂചനയും പലരും ഈ ഒരു നീക്കത്തെ, അതിൻ്റെ ഒരു സൂചനയായും ഈ നീക്കത്തെ നോക്കിക്കാണുന്നുണ്ട്. അതായത് റോയിറ്റേഴ്സ് റിപ്പോർട്ടോടെ ഇസ്രയേൽ ഏതൊക്കെ രീതിയിലാണ് ട്രംപിൽ സ്വാധീനം ഉണ്ടാക്കുന്നത് എന്നും ഇറാനെതിരെ ട്രംപിനെ എങ്ങനെയൊക്കെയാണ് തള്ളിവിടുന്നത് എന്നും കൂടുതൽ വ്യക്തമാവുകയാണ്. ഇസ്രയേൽ കൂടുതൽ എക്സ്പോസ് ആയി എന്നും നമുക്ക് പറയാം. ഇസ്രയേൽ ഈ റിപ്പോർട്ടുകളെ തള്ളിക്കളയുകയാണ്. തങ്ങൾ കൊടുത്ത മുന്നറിയിപ്പുകൾ ആധികാരികമായിരുന്നു എന്നാണ് ഇസ്രയേൽ ഇപ്പോഴും വാദിക്കുന്നത്. പക്ഷേ CIA സംശയങ്ങളും റോയിറ്റേഴ്സ് റിപ്പോർട്ടും പുറത്തു വന്നതോടെ ട്രംപ് നെതന്യാഹുവിനോട് വീണ്ടും കലിപ്പിലായിരിക്കാനാണ് സാധ്യത. തുർക്കിയിലെ എയർഫോഴ്സ് വൺ സുരക്ഷാ നീക്കത്തിലെ അതൃപ്തിയെ തുടർന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയും ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ആളുമായ കരോലിന ലെവിറ്റ് രാജിവെച്ചത് എന്നതും ട്രംപിന് ദേഷ്യം കൂടാനുള്ള കാരണമാകാം. അതായത് വ്യാജ മുന്നറിയിപ്പ് നൽകി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്കും നാണക്കേടിലേക്കും തന്നെ വലിച്ചിഴച്ചു എന്നുള്ള വികാരമാണത്രേ ട്രംപിന് ഇപ്പോൾ ഇസ്രയേലിനോടുള്ളത് എന്നുള്ളതാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ഉള്ള ചില റിപ്പോർട്ടുകളെ അല്ലെങ്കിൽ ചില സോഴ്സുകളെ ഉദ്ധരിച്ച് ചില മാധ്യമപ്രവർത്തകർ എഴുതുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയത്തിൽ സിംപ്ലി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് മില്യാസ്. നന്ദി, നമസ്കാരം.